അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസറും അത് ഏത് പാഠത്തിലാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു ക്ലാസ്സുകളുടെ മോഡൽ പേപ്പർ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റിലുണ്ടാകും, അവിടെ പോവുക. അതല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്ത് ചെയ്താൽ അയച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ന്യൂസിലുബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. മുകളിൽ നിന്നും താഴേക്ക് എഴുതി കൊടുക്കാം. 1. മിൻ സമറാത്തി ഹുസനിൽ ഖുലുഖി. മിൻ സമറാത്തിൽ ഹുസനിൽ ഖുലുഖ് സൽ സ്വഭാവത്തിൻ്റെ പ്രയോജനങ്ങളിൽപ്പെട്ടതാണ്. അതിന് യോജിച്ചത് ബ്രാക്കറ്റിൽ കാണാം. അത്തഹാബുബു ഫില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം. രണ്ടാമത്തത് മിൻ സമറാത്തി സുഇൽ ഖുലുഖി, മോശ സ്വഭാവത്തിൻ്റെ പ്രയോജനങ്ങളിൽപ്പെട്ടതാണ്. ബ്രാക്കറ്റിൽ തന്നെ ഉണ്ടാകും. അത്തബാഗുദു, പരസ്പരം ദേഷ്യം വെക്കുക. മൂന്നാമത്തത് ഖുലുഖുൻ മിൻ അഖ്ലാഖി റുബൂബിയത്തി, ദൈവിക സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ്. അതിൻ്റെ ഉത്തരം ബ്രാക്കറ്റിലുണ്ടാകും. ഏത്? അശ്ശുക്രു, നന്ദി ചെയ്യുക എന്നത് ദൈവിക സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ്. 4. ഇൻഫാഖുൽ മാലി ഫിശ്ശരി. ഇൻഫാഖുൽ മാൽ, സമ്പത്ത് ചിലവഴിക്കൽ, ഫിശ്ശരി, ഷർറായ കാര്യങ്ങൾക്ക്, മോശമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കൽ എന്താണ്? അത് കുഫ്റാന്. കുഫ്റാൻ എന്ന് പറഞ്ഞാൽ ദൈവനിഷേധം. ഇനി 5. ല ഇൻ ശക്കർതു, നിങ്ങളെനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ല അസീദന്നക്കും, ബ്രാക്കറ്റിൽ കാണാം. ല അസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ഇനി അടുത്തത് 6. തഫക്കുറു സാഅത്തിൻ ഖൈറുൻ. തഫക്കുറു സാഅത്തിൻ, ഒരു മണിക്കൂറിൻ്റെ ചിന്ത, അത് ഖൈറുൻ, ശ്രേഷ്ഠമാണ്. എന്തിനേക്കാൾ? മിൻ ഇബാദത്തി സനത്തിൻ, ഒരു വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു മണിക്കൂറിൻ്റെ ചിന്ത. അത് 1ാമത്തെ പാഠത്തിലുണ്ടാകും. മറ്റുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനി അടുത്ത പ്രവർത്തനം നുതമ്മിമു, നമുക്ക് പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അത് നമുക്ക് 1ാമത്തെ പാഠത്തിൽ തന്നെ കാണാം കേട്ടോ. അല്ലാഹു ഖാലിഖുന എന്നുള്ള 1ാമത്തെ പാഠത്തിൽ 3ാമത്തെ വരിയിൽ തുടക്കം കാണാം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. 2ാമത്തെ ചോദ്യം അൽ മഖ്ലൂഖാത്തു തദുല്ലു, സൃഷ്ടികളെ അറിയിക്കുന്നുണ്ട്. എന്തിൻ്റെ മേലിൽ? അലൽ ഖാലിഖ്, സൃഷ്ടാവിൻ്റെ മേലിൽ. അത് നമുക്ക് 1ാമത്തെ പാഠത്തിൽ തന്നെ 3ാമത്തെ പേജിൽ ലാസ്റ്റിന്ന് 3ാമത്തെ വരിയിൽ കാണാം. വൽ മഖ്ലൂഖാത്തു തദുല്ലു അലൽ ഖാലിഖ്, സൃഷ്ടികളെ സൃഷ്ടാവിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതായത് സൃഷ്ടാണ്, ആ സൃഷ്ടിയെ ഉണ്ടാകാൻ കാരണക്കാരനായ ഒരു സൃഷ്ടാവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സൃഷ്ടി ഉണ്ടാവുക എന്നത് അത് സൃഷ്ടാവിൻ്റെ മേൽ. ഇനി നുജീബു, അടുത്ത പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. 1. ഇദാ അഹബ്ബർ റജുലു അഖാഹു മാദാ യഫ്അലു. ഇദാ അഹബ്ബർ റജുലു, ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ടാൽ, അഖാഹു, അവൻ്റെ സഹോദരന്, മാദാ യഫ്അലു, എന്താണ് അവൻ ചെയ്യേണ്ടത്? ഒരാൾക്ക് തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവന് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം നമുക്ക് 4ാമത്തെ പാഠത്തിൽ കാണാം. അവസാന ഭാഗത്താട്ടോ, 9ാമത്തെ പേജിൽ ലാസ്റ്റ് ഭാഗത്ത് കാണാം. ഇദാ അഹബ്ബർ റജുലു അഖാഹു ഫൽ യുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. അവൻ ചെയ്യേണ്ടത് ഫൽ യുഖ്ബിറുഹു, അവൻ എന്ത് ചെയ്യണം? അറിയിക്കണം. അന്നഹു യുഹിബ്ബുഹു, അവനവനെ ഇഷ്ടപ്പെടുന്നു എന്നത് എന്ത് ചെയ്യണം? അറിയിക്കണം. തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നു എന്ന് അവൻ അറിയിക്കുക, അതാണ് ചെയ്യുക. ഇനി 2ാമത്തെ ചോദ്യം സലാസു മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാനി മാഹുന്ന.
ഒരാളിൽ 3 കാര്യങ്ങൾ എത്തിച്ചാൽ അവനക്ക് ഈമാനിൻ്റെ മാധുര്യം എത്തി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, നാലാമത്തെ പാഠത്തിൽ തന്നെ കാണാം കേട്ടോ, ലാസ്റ്റ് ഭാഗം. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പറയുന്നൊരു ഹദീസ് ഉണ്ട്. സലാത്തും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാനി. ആരെങ്കിലും ഈ 3 കാര്യങ്ങൾ എത്തിച്ചാൽ അവന് ഈമാനിൻ്റെ മാധുര്യം എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹും അവൻ്റെ റസൂലും അവൻ മറ്റെല്ലാത്തിനേക്കാളും ഇഷ്ടമാവൽ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അൻ യുഹിബ്ബുൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. മൂന്നാമത്തെ കാര്യം അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻഖദഹു അല്ലാഹു മിൻഹു. അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് ശേഷം കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കലാണ്. യക്റഹു അൻ യുൻഖദ ഫിന്നാരി. തീയിൽ എറിയുന്നതിനെ വെറുക്കുന്നത് പോലെ കുഫറിലേക്ക് മടങ്ങുന്നതിന് വെറുക്കലാണ്. ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെയാണ്. ലൈസ മഹബ്ബത്തൻ ഫില്ലാഹി മാ ഹുവ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം അല്ല. ഏതാണ്? വകുല്ലു ജമീലിൻ ലദീദ്. മനോഹരമായതെല്ലാം മധുരിതമാണ്. വകുല്ലു ലദീദിൻ മഹബൂബൻ. മധുരമുള്ളതെല്ലാം ഇഷ്ടപ്പെടുന്നതുമാണ്. ഇന്നാ നുഹിബുൽ അസ്ഹാറ വൽ അൻഹാറ. നമ്മളെല്ലാം പൂക്കളും പുഴകളൊക്കെ ഇഷ്ടപ്പെടും. വാദിഹിൽ മഹബത്തു. ഈ ഇഷ്ടം തഖഉ ബിൽ ഇൻഫാഖി. ആകസ്മികമായ സംഭവിച്ചതാണ്. ബിദൂനിൽ ഇഖ്തിയാരി. നാം തിരഞ്ഞെടുക്കാതെ തന്നെ. അപ്പോൾ നാം തിരഞ്ഞെടുക്കാതെ ഉണ്ടാകുന്ന ഇഷ്ടമാണത്. ഇതുപോലെയല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഉത്തരം എഴുതിയാൽ മതി. തഖഉ ബി ഇൻഫാഖി ബിദൂനിൽ ഇഖ്തിയാരി. അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതട്ടോ. അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. മലയാളത്തിൽ എഴുതരുത്. അറബി മലയാളത്തിൽ അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാം. നാലാമത്തെ ചോദ്യം. യക്കൂനുൽ ഇൻസാനു ഇൻസാനൻ ബിമ. മനുഷ്യനായിത്തീരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ കാണാം. വബിഹി യക്കൂനുൽ ഇൻസാനു ഇൻസാനൻ. ഇന്നൽ ഫിക്ര മിഫ്താഹുൽ ഉലൂം. വബിഹി യക്കൂനുൽ ഇൻസാനു ഇൻസാനൻ. തീർച്ചയായും ചിന്ത എന്നത് വിജ്ഞാനത്തിൻ്റെ താക്കോലാണ്. അതുകൊണ്ടാണ് മനുഷ്യനായി തീരുന്നത്. നമ്മൾ ചോദ്യം നോക്കിയിട്ട്, ചോദ്യം എത്ര മാർക്കാണ് നോക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി. ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കൊക്കെ ആണെങ്കിൽ ബിൽഫിക്രി എന്ന് എഴുതിയാൽ മതിയാവും. മറിച്ച് വിശദമായി എഴുതാണ്ടാവുമ്പോൾ 4 5 മാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി 5ാമത്തെ ചോദ്യം. മാതാ യഖൂലുൽ മുൽഹിദു. യുക്തിവാദി എന്താണ് പറയണത്? ആ പാഠത്തിൽ തന്നെ ഉണ്ട്. 1ാമത്തെ പാഠത്തിൽ തന്നെ 2ാമത്തെ പാരഗ്രാഫിൽ 2ാമത്തെ വരിയിൽ പറയുന്നുണ്ട്. ഫഖുൽ മുൽഹിദ്. മുൽഹിദിൻ്റെ സംസാരം, വാക്ക്. ലാ ഖാലിക വകുല്ലു ഷൈഇൻ യതകവ്വനു തബഇയ്യൻ. യുക്തിവാദി പറയുന്നത് ലാ ഖാലിക, സൃഷ്ടാവില്ല. വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും യതകവ്വനു തബഇയ്യൻ, അത് സ്വമേധയാ ഉണ്ടായതാണ്. അതാണ് മുൽഹിദിൻ്റെ വാക്ക്. ലാ ഖാലിക വകുല്ലു ഷൈഇൻ യതകവ്വനു തബഇയ്യൻ. ഇനി അടുത്ത പ്രവർത്തനം തർജിം, പരിഭാഷപ്പെടുത്താനാണ്. തസ്ദാദു നിഅമു ബിശുക്രി. നന്ദി ചെയ്യൽ കൊണ്ട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. 2. ഇർഹമു മൻഫിൽ അർളി ഇർഹമുക്കും മൻഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, അപ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. 3. അക്സറു മാ യുദ്ഖിലുൻ നാസൽ ജന്നത തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. സ്വർഗത്തിൽ അധിക പേരും പ്രവേശിച്ചത് അള്ളാഹുവിനോടുള്ള തഖ്വയും അതുപോലെ സൽസ്വഭാവം കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ദുറൂസിലെ മോഡൽ ചോദ്യങ്ങൾ. മറ്റു ക്ലാസ്സുകളിലെ മോഡൽ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.